നിരവധി വർഷങ്ങളായി താങ്കൾ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ്, ഇടുക്കി മണ്ഡലത്തെ. ഇപ്പോൾ മന്ത്രിയുമാണ്. എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ താങ്കൾ കാണുന്നത്? ഇടുക്കിയിലെ മത്സരരംഗത്ത് വീണ്ടും സജീവമാകുമ്പോൾ സമാനതകളില്ലാത്ത മാറ്റത്തിനും വികസനത്തിനും ഈ നാട് നൽകുന്ന ഉന്മേഷവും ഉത്സവ പ്രതീതിയിലുള്ള സ്വീകരണവും ആത്മവിശ്വാസത്തെ ഉണർത്തുന്നു എന്ന് മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തെ നേരിൽ കാണാൻ കഴിയുന്ന തികഞ്ഞ സംതൃപ്തിയാണ് എനിക്കുള്ളത്. ആത്മീയ രംഗത്ത് എല്ലാ കൊല്ലവും താങ്കൾ മുടങ്ങാതെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പ്രവൃത്തി കൂടിയാണത്. മലയാറ്റൂർ മലകയറ്റം. എല്ലാ വിശുദ്ധ വാരത്തിലും മലകയറ്റം താങ്കൾ നടത്താറുണ്ട്. ഈ കൊല്ലവും അത് നടത്തി കഴിഞ്ഞു. എങ്ങനെയാണ് അതിനോടുള്ള താങ്കളുടെ പ്രതികരണം? മലയാറ്റൂർ തീർത്ഥാടനം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരംഭിച്ചതല്ലോ. ഞാൻ 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ കാലം തൊട്ട് മലയാറ്റൂരിലേക്കുള്ള തീർത്ഥാടനം അതൊരിക്കലും മുടക്കിയിട്ടില്ല. എൻ്റെ ഒരു വർഷക്കാലത്തെ പ്രവർത്തനത്തിന് എനിക്ക് കിട്ടുന്ന ഊർജ്ജ സമ്പാദനമാണ്. 40ാം വർഷമായി വർഷം നടക്കുന്നു, തുടർച്ചയായ 40 വർഷം. ദൈവാനുഗ്രഹമല്ലേ. ഈ നടക്കേണ്ട ഘട്ടത്തിലെല്ലാം വ്യാഴാഴ്ച അപ്പം മുറിച്ചിട്ട് വീട്ടിൽ നിന്ന് പുറപ്പെടുക. അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഏതെങ്കിലും വർഷം നടക്കാൻ പറ്റാത്തൊരു ആരോഗ്യസ്ഥിതി ഉണ്ടായെങ്കിൽ ആ യാത്ര മുടങ്ങിപ്പോകും. ആ യാത്ര മുടങ്ങാതെ എന്നെ 40 വർഷം സംരക്ഷിച്ചു. അത് ദൈവഹിതമാണ്. അത് തീർച്ചയായിട്ടും ഈ വർഷം തുടരാൻ ഈ നിമിഷം വരെയും എനിക്ക് സാധിക്കുന്ന സ്ഥിതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അതും എൻ്റെ മുൻകാല അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ എക്കാലത്തേക്കാൾ സന്തോഷകരമായ ഒരു അനുഭൂതി ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ മല ചവിട്ടാൻ പറ്റുന്നു എന്നുള്ള സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ മലയാറ്റിലേക്ക് തിരിക്കുന്നത്. നിലവിൽ ജനങ്ങൾ ഒത്തിരി ആവശ്യങ്ങൾ ഇടുക്കിയെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ചും ഇടുക്കി ജില്ലയെക്കുറിച്ചും താങ്കൾ മന്ത്രിയായിരുന്നപ്പോൾ മുതൽ കേൾക്കുന്ന ആവലാതികളാണ്. ഈ ആവശ്യങ്ങൾ എങ്ങനെയാണ് താങ്കൾ പരിഗണിക്കുന്നത്? സ്വാഭാവികമായിട്ടും വലിയ വലിയ ആവശ്യങ്ങൾ ഉയർന്നവരുണ്ട്. പക്ഷെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ഭൂപ്രശ്നങ്ങൾ എക്കാലത്തും ആവശ്യപ്പെടുന്ന അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, പട്ടയഭൂമിയിൽ നിർമ്മിച്ച നിർമ്മിതികൾ അനധികൃതമാണെന്ന് കണ്ട് നിയമവിരുദ്ധമാണെന്ന് കണ്ട കോടതിയുടെ നീക്കത്തിനെ നിയമനിർമ്മാണം കൊണ്ട് തടയിടാൻ ശ്രമിച്ച് അത് റെഗുലറൈസ് ചെയ്ത് കൊടുത്തു. 2, പുതിയ പെർമിഷൻ കൊടുത്തു. കെട്ടിടം ആർക്കും പണിയാം. 5000 സ്ക്വയർ ഫീറ്റ് വരെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് 1 പൈസ ഫീസ് വേണ്ട. 10,000 വരെ വേണ്ട. മാർക്കറ്റ് വാല്യൂന്റെ 1% മതി. അങ്ങനെയൊക്കെ വലിയ മാറ്റങ്ങളൊക്കെ നിദാനമായി മുന്നോട്ട് വരുന്നു. കട്ടപ്പന ഷോപ്പ് സൈറ്റ് പട്ടയം കൊടുക്കുന്നതിന് വേണ്ടി തടസ്സങ്ങൾ നീക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ ഇന്നത്തെ അവസ്ഥയിൽ പരിസ്ഥിതി മന്ത്രാലയം അനുവദിച്ച് നൽകിയ ഭൂമിയിൽ തന്നെയാണ് ഇത് കൊടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് യാതൊരു തടസ്സത്തിനും മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഷോപ്പ് സൈറ്റ് പട്ടയം യാഥാർത്ഥ്യമാകാൻ പോവുക. ഈ വാറ്റിക്കുടി, തോപ്രാംകുടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അനുഭവപ്പെട്ട പ്രധാനപ്പെട്ട വിഷയം ഈ നാടിന്റെ ഏലമെന്ന് ലാൻഡ് രജിസ്റ്റർ രേഖപ്പെടുത്തി. അതുകൊണ്ട് പട്ടയം കൊടുക്കാൻ തടസ്സമായിട്ട് വന്നു. അത് എടുത്തു മാറ്റി എങ്ങനെയാ? ലാൻഡ് രജിസ്റ്റർ ഏലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ 984 സബ് കളക്ടറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് പെർമിഷൻ കിട്ടിയ സ്ഥലത്തായതുകൊണ്ട് വിളപരിവർത്തനം നടത്തിയ സ്ഥലമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ട് 1999 കേട്ടുള്ള ഭൂമിക്ക് അളന്ന് തിരിച്ചിട്ടിരിക്കുന്നതാണ്. അതിന് പട്ടയം കൊടുക്കാൻ അപേക്ഷ സ്വീകരിക്കാൻ പറഞ്ഞ് പട്ടയം നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഇറങ്ങുക. ആ വിഷയം പരിഹരിക്കാൻ കഴിയും. അങ്ങനെ എല്ലാ തരത്തിലും ഭൂപ്രശ്നങ്ങൾ നല്ലവണ്ണം പരിഹരിക്കാൻ സാധിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. മുൻകാലങ്ങളിൽ ഇതിന്റെ പേരിൽ എത്ര വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. ഏതെല്ലാം വിഷയങ്ങളായിരുന്നു. ഒട്ടുമാത്രം സമരങ്ങളും അതുമേൽ നടത്തിയിട്ടുള്ള ചർച്ചകളും അന്ന് എല്ലാ പാർട്ടിക്കാരും കൂടി ഇതിനകത്ത് അതിജീവനത്തിന്റെ ഒരു പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ പിൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ പരിഹരിക്കാൻ കഴിഞ്ഞാലുള്ള സംതൃപ്തി എനിക്ക് മാത്രമല്ല, എന്റെ ജനത്തിനെല്ലാം ഉണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതാണ് ആത്മവിശ്വാസത്തിന് ഏറ്റവും തീവ്രമായിട്ടുള്ള ആത്മാഭിമാനം. നിരവധി തവണ സ്ഥാനാർത്ഥിയായിരുന്ന അങ്ങ് വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് ഇടുക്കി മണ്ഡലത്തിൽ LDF-നായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിനെ ജനങ്ങൾ കാണുന്നതെന്നാണ് താങ്കളുടെ അഭിപ്രായം? ഇടുക്കിയിൽ ഇനി നമുക്ക് ടൂറിസം രംഗത്തെ പ്രൊമോഷൻസ് എല്ലാം കൊണ്ടാണ്. ടൂറിസം രംഗത്ത് അടിസ്ഥാനപരമായ മാറ്റം ഉണ്ടാകണം. എന്താ വേണ്ടത്? അടിസ്ഥാന സൗകര്യം ഉണ്ടാകണം. ഗതാഗത യോഗ്യമായ റോഡുകള്, കുടിവെള്ളം, അത്തരം വിഷയങ്ങളെല്ലാം പരിഹരിക്കുന്നതല്ലേ. ഇടുക്കിയിൽ എല്ലാ വീടുകളിലും ശുദ്ധിയിലും എത്തുന്ന ബൃഹത്തായ പദ്ധതിക്ക് 850 കോടി രൂപയാണ് മുടക്കുന്നത്. പണി 90% തീർന്നു. ആ മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള പ്ലാന്റ് നോക്കിയാൽ 35 ദശലക്ഷം ലിറ്റർ വെള്ളമാണ്
ഈ 4-5 പഞ്ചായത്തിലേക്ക് അവിടുന്ന് ട്രീറ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. കട്ടപ്പന കാഞ്ചിയാർ പഞ്ചായത്തിലേക്ക് അഞ്ചുള്ളിയിൽ നിന്ന് വെള്ളം, കൊന്നത്തടി പഞ്ചായത്തിലേക്ക് പൊന്മുടിയിൽ നിന്ന് വെള്ളം, ഇതെല്ലാം പ്ലാൻ ചെയ്ത് തീർത്തു കഴിയുമ്പോൾ ഈ നാടിന്റെ സമഗ്രമായിട്ടുള്ള അടിസ്ഥാന വിഷയങ്ങൾ പരിഹരിക്കപ്പെടും. BMBC നിർമ്മാണത്തിലുള്ള റോഡുകൾ, ഇപ്പൊ ചേലച്ചിറ റോഡിന്റെ ഭാഗം നമ്മൾ നിൽക്കുന്നത്, എത്ര ഗതിവേഗമായി റോഡിന് പണി നടക്കുന്നത്. ഭക്തിവേൽ അടിമാലി ദ്രുതഗതി നടന്നുകൊണ്ടിരിക്കുന്നു. കട്ടപ്പന ടൗണുമായി കേന്ദ്രീകരിച്ചുള്ള മേഖലകളിൽ മുനിസിപ്പാലിറ്റി റോഡാണെങ്കിൽ പോലും ആ മുനിസിപ്പാലിറ്റി റോഡുകളെല്ലാം BMBC ചെയ്യുന്നതിന് 30 കോടി രൂപ കൊടുത്ത് പണി ആരംഭിച്ചിരിക്കുകയാണ്. കട്ടപ്പന ആറിന്റെ നവീകരണം നല്ല മനോഹരമാക്കി തീർത്ത് തീരം സംരക്ഷിക്കാൻ ഉതകുന്ന വിധത്തിൽ 7 കിലോമീറ്റർ 2 സൈഡും ഒരുപോലെ കെട്ടി മനോഹാരിതമാക്കി തീർക്കുന്നതിന് 38 കോടി രൂപയുടെ പ്രവർത്തനം ആരംഭിച്ച് പണി നടക്കുകയാണ്. ഗവൺമെന്റ് കോളേജ് കട്ടപ്പന, ITI കട്ടപ്പന, ഇടുക്കി വന്ന മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ്, IHRD കോളേജ്, ഇതെല്ലാം ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള മാറ്റങ്ങൾ. ടൂറിസ്റ്റ് രംഗത്ത് ഇറിഗേഷൻ മ്യൂസിയം, മൾട്ടിപ്ലക്സ് തിയേറ്റർ, അവിടെ കുടിയേറ്റ സ്മാരകം, ലേസർ ഷോ, ഇടുക്കി ആർച്ച് ഡാമില്, ഫുഡ് പാർക്ക്, അങ്ങനെ എല്ലാം ഇടുക്കിയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ടൂറിസത്തിന്റെ പ്രൊമോഷൻസാണ് ഈ ബഡ്ജറ്റ് കൊണ്ടുവന്നു. കട്ടപ്പന കേന്ദ്രീയമാക്കിക്കൊണ്ട് തന്നെ ഒരു ടൂറിസം ഹബ്ബ്, കാലിരുമോണ്ട്, കല്യാണത്തണ്ട്, അഞ്ചുള്ളി ഉൾപ്പെടുന്ന പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ബൃഹത്തായ പദ്ധതി. കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്ക് തുരങ്കപാത, നമ്മുടെ കേരളത്തിൽ ആരംഭിക്കുന്ന 2ാമത്തെ തുരങ്കപാതയ്ക്ക് തുടക്കം കുറിക്കുമല്ലേ. ഇപ്പൊ വാണിജ്യ രംഗത്തെ, വ്യവസായിക മേഖലയിൽ കാർഷികോൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ ശബരിമലയിലേക്ക് അയ്യഭക്തർക്കുള്ള തിരക്ക് കുറഞ്ഞ പാതയായി മാറുന്നു. ഇതെല്ലാം നമ്മുടെ നാടിന്റെ വികസനത്തിന്റെ നേർക്കാഴ്ചകളായി മാറുന്ന ഈ ഘട്ടത്തില് അവരുടെ അപേക്ഷകളേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന സംതൃപ്തിയോടുകൂടി ഈ നാട്ടിലെ ജനങ്ങളെ പ്രതീക്ഷയോടുകൂടി കാണുന്ന ഉത്സവ പ്രതീക്ഷയോടുകൂടി തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇടതുമുന്നണി നേതൃത്വം വലിയ വിജയപ്രതീക്ഷയാണ് അർപ്പിക്കുന്നത്. ഇടുക്കി മണ്ഡലത്തെ സംബന്ധിച്ച് എതിർ സ്ഥാനാർത്ഥി UDFിലെ റോയി കെ പൗലോസ് ആണ്. അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് അങ്ങ് എന്ന് പറയാൻ ഒക്കുമോ? 100%. കഴിഞ്ഞ 5 ടീമിലായി 2 വോട്ട് ചെയ്തവരാണ് ഈ നാട്ടിലുള്ളത്. ആ 2 അങ്ങനെയാണ് തലയിട്ട് നിൽക്കുന്ന, അത് നല്ല ഉഷാറായി വളരില്ലേ. അതോടൊപ്പം ഈ നാട് വളരുക, നാടിന്റെ പ്രതീക്ഷയ്ക്കൊപ്പം വളരാൻ കഴിയുന്നു എന്നുള്ളതാണ്. ആ പച്ചപ്പ് മാറാതെ ഹരിതാഭമാക്കാൻ കഴിയുന്ന വർണ്ണാശ്രമമായ പ്രതീക്ഷകളും അതിനനുസരിച്ചുള്ള നേട്ടവും ഇടുക്കിയിൽ എത്തിക്കുന്നതിനുള്ള ശ്രമത്തിൽ വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അത് വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ നല്ല ജനങ്ങളുടെ സന്തോഷം എന്റെ ഹൃദയത്തിന് ഏറ്റവും കൂടുതൽ ആഹ്ലാദം പങ്കിടുന്നുണ്ട്.